അപ്പോൾ നോക്കൂ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയുമാണ് അതിന്റെ പിന്നിലുള്ള സ്റ്റെപ്പുകൾ. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് LCM നോക്കുക. LCM 6 ആണ്. ആ 6 നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ ചെയ്ത സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ടീച്ചേഴ്സ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KTET കാറ്റഗറി 1, 2 ഈ രണ്ട് പരീക്ഷകളിലും മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 4-5 ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള 2-3 ചോദ്യങ്ങൾ വഴി എങ്ങനെയാണ് ഭിന്നസംഖ്യകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ, 1 + 1/2 + 1/3 + 1/6 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മള് ഫ്രാക്ഷൻസിന്റെ അഡിഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററുകളാണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു 1/2 ഒരു 3/2 ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ന്യൂമറേറ്ററുകളെ മാത്രം ആഡ് ചെയ്തിട്ട് 4/2 അതായത് 2/1 എന്ന് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഇനി ഡിനോമിനേറ്റർ മാറുമ്പോഴാണ് നമുക്ക് പ്രശ്നമാവുന്നത്. അതായത് 1/2 പ്ലസ് ഒരു 2/3 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസാണ് ഇവിടെയും തന്നിരിക്കുന്നത് അല്ലെ. ഡിനോമിനേറ്റർ എല്ലാം വേറെയാണ്. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് വേറെ ആവുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിനോമിനേറ്ററിനെയൊക്കെ നമ്മൾ ഒരേപോലെ ആക്കുക, എന്നിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെയൊക്കെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ LCM എടുത്ത് സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റുക എന്നുള്ളത്. നോക്കിക്കേ, ഇവിടെ 1 + 1/2 + 1/3 + 1/6. അപ്പൊ 1 നമുക്ക് 1/1 എന്ന് എഴുതാം അല്ലെ. അപ്പൊ 1-ന്റെയും 2-ന്റെയും 3-ന്റെയും 6-ന്റെയും ഈ 4 നമ്പേഴ്സിന്റെ LCM എന്തായിരിക്കും വരിക? 6 ആണ് വരിക അല്ലെ. അപ്പൊ LCM ഓഫ് 2, 3, 6 എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ഡിനോമിനേറ്റേഴ്സിനെ ഒക്കെ 6ലേക്ക് മാറ്റണം. അപ്പൊ നോക്കൂ, ഈ ഫസ്റ്റത്തെ സാധനത്തിന്റെ 1/1നെ ഡിനോമിനേറ്റർ 6 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മേലെയും താഴെയും നമ്മൾ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഒരു ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തോ അത് തന്നെ ഡിനോമിനേറ്ററിലും ചെയ്യണം. അപ്പൊ 6 വെച്ച് നമ്മൾ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 1/2 2നെ 6 ആക്കണമെങ്കിൽ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 1/3 ആണ്. 3നെ നമ്മൾ 6 ആക്കണമെങ്കിൽ നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മേലെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി 1/6 അത് ഓൾറെഡി 6 ആയതുകൊണ്ട് നമ്മൾ സേഫ് ആണ്, അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നോക്കൂ, ഇവിടെ എന്ത് വരും? ഇത് 6/6 പ്ലസ് 3/6 പ്ലസ് 2/6 പ്ലസ് 1/6 ആയി. അതായത് ഡിനോമിനേറ്റർ ഒറ്റയടിക്ക് നമുക്ക് 6 എന്ന് എഴുതാം. ന്യൂമറേറ്ററിൽ എന്ത് വരും? 6 + 3 + 2 + 1 എന്ന് വരും. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 + 6 വരും. 12/6 അതായത് 2 ആണ് ഉത്തരം എന്ന് കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് ഇത്രയും സ്റ്റെപ്പുകളിലേക്ക് ഇതിനെ പോകേണ്ട ആവശ്യം വരുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നോക്കൂ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയുമാണ് അതിന്റെ പിന്നിലുള്ള സ്റ്റെപ്പുകൾ. ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് LCM നോക്കുക. LCM 6 ആണ്. ആ 6 നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ ചെയ്ത സ്റ്റെപ്പ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റുക? 6 ആണ് LCM എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ന്യൂമറേറ്ററിൽ ഇതിന്റെ റിവേഴ്സ് ഓർഡറിലായിരിക്കും വരിക. അതായത് 6 + 3 + 2 + 1 എന്നായിരിക്കും വരിക. കണ്ടില്ലേ, ഇതാ 6 + 3 + 2 + 1 6 + 3 + 2 + 1 12/6 എന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ച ശേഷമാണ് നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് ഒറ്റയടിക്ക് എത്താൻ പറ്റുക. അപ്പോൾ എക്സാമിന് എപ്പോഴും സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഇനി ഇതേ ചോദ്യം വേറൊരു രീതിയിൽ നമുക്ക് പറയാം. ഇതും മുന്നേ ഒരു കേട്ടറിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, 6ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമത്തിന്റെ തുക എത്ര? എന്താ ചോദ്യം? 6ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമത്തിന്റെ തുക. എന്താ വ്യുൽക്രമം? റെസിപ്രോക്കൽ ആണ് അല്ലെ. 6ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 6 ആണല്ലോ. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽസ്. ഇതിന്റെ റെസിപ്രോക്കൽസ് 1/1, 1/2, 1/3, 1/6. തുക എന്ന് പറയുമ്പോൾ സം ആണ് അല്ലെ. ഇത് തന്നെയല്ലേ ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ തരുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും ചോദിക്കാം, 6ന്റെ ഫാക്ടേഴ്സിന്റെ റെസിപ്രോക്കൽസിന്റെ സം അല്ലെങ്കിൽ 6ന്റെ ഘടകങ്ങളുടെ വ്യുൽക്രമത്തിന്റെ തുക എത്രയാണെന്ന് വേണമെങ്കിലും ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ചെയ്യാം. LCM എടുക്കുക, ഡിനോമിനേറ്റേഴ്സ് മാറ്റുക,
ആഡ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. 2/3 1/5 ഭാഗത്തിന്റെ 4 മടങ്ങ് എന്നതിന് തുല്യമായത് എന്ത്? അതായത് 2/3 1/5 ഭാഗത്തിന്റെ 4 മടങ്ങ്. അപ്പൊ നിങ്ങൾക്ക് മടങ്ങ് എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇപ്പം 3ന്റെ 2 മടങ്ങ് എന്ന് പറഞ്ഞാൽ 2 × 3 ആണ് നമ്മൾക്ക് അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ നോക്കിയേ, 2/3 അല്ലെങ്കിൽ 2/3 1/5 ഭാഗം അല്ലെ. നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡു, അങ്ങനെ ഓർത്ത് വയ്ക്കാം. 2/3 അല്ലെങ്കിൽ 2/3 1/5 അല്ലെ. അവിടെ ഇൻഡേ വന്നു കഴിഞ്ഞാൽ ഇൻഡു ഇട്ടോളാം, മൾട്ടിപ്ലിക്കേഷൻ അവിടുത്തെ പ്രോസസ്സ്. ഇനി ഇതിന്റെ എത്ര മടങ്ങാ ചോദിച്ചേക്കുന്നത്? 4 മടങ്ങ്. അതും എന്ത് തന്നെയാണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വളരെ എളുപ്പമാണിത്. കാരണം ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 4 നമുക്ക് 4/1 എന്ന് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പൊ ഇവിടെ നോക്കൂ, 2 × 1 × 4 ഡിവൈഡഡ് ബൈ 3 × 5 × 1 എന്ന് ചെയ്യാം. ഓക്കെ, അതായത് 4 × 2 8 ഡിവൈഡഡ് ബൈ 15 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മുടെ ഓപ്ഷൻസ് നോക്കൂ. 2/3 × 1/5 ഉണ്ട്, 2/3 × 4/5 ഉണ്ട്, 2/3 × 5/4 ഉണ്ട്, 2/3 + 4/5 ഉണ്ട്. അപ്പൊ നോക്കിയേ, നമ്മൾ ഈ ചെയ്തതിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ലേ? 2/3 × 4/5 ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4/5 എന്ന് കിട്ടും. അപ്പൊ ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി ആണ് വരിക. 2/3 × 4/5 ആയിരിക്കും ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കൂ. ഒരു പാത്രത്തിൽ 4/3 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്റർ വെള്ളമായി. പാത്രം നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും? ഇങ്ങനത്തെ ചോദ്യങ്ങളും ഭിന്നസംഖ്യയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നോക്കൂ, പാത്രത്തിന്റെ 1/4 ഭാഗമാണ് അല്ലെ, 4/3 ഭാഗം എടുത്തപ്പോഴാണ് 1.5 ലിറ്റർ ആയത്. ഓക്കെ, നമ്മൾ ഈ ടോട്ടൽ പാത്രത്തിനെ നമ്മൾ 4 കഷ്ണങ്ങളാക്കി മുറിച്ചു. ഓക്കെ, ഇതില് 3 ഭാഗം വെള്ളം എടുത്തപ്പോഴാണ് എന്തായത്? 1.5 ലിറ്റർ വെള്ളമായത്. 1.5 ലിറ്റർ വെള്ളമായത്. ഓക്കെ, 4 കഷ്ണമാക്കി ടോട്ടൽ വെള്ളത്തിനെ, അതിൽ 4ൽ 3 എണ്ണം എടുത്തപ്പോൾ 1.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 1/2 ലിറ്റർ, ഇത് 1/2 ലിറ്റർ, ഇത് 1/2 ലിറ്റർ ആയിരിക്കില്ലേ? ആയിരിക്കില്ലേ? അതെങ്ങനെയാ വന്നേ? നോക്കൂ, ഇത് 1/2 ലിറ്റർ, അതായത് 1/2 + 1/2 എത്രയാ? 2 അരകൾ ചേർന്നാൽ 1 ആയി, 1ഉം 1 അരയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ 1.5 ആയി അല്ലെ. അപ്പോ ഒരു മൊത്തം വെള്ളത്തിന്റെ 4/3 ഭാഗം എടുത്തപ്പം 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം അരയാണ്, ഈ ഒരു ഭാഗം അരയാണ്, ഈ ഒരു ഭാഗം 1/2 ലിറ്റർ ആണ്. ഓക്കെ, നമ്മുടെ ചോദ്യം എന്താ? പാത്രം നിറയെ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ ആകും? അപ്പൊ ഞാൻ ഇവിടെയും കൂടെ എടുക്കണമെങ്കിൽ ഈ ഒരു കഷ്ണം എത്രയായിരിക്കും? അതും 1/2 ലിറ്റർ തന്നെയായിരിക്കും. ശരിയല്ലേ? അപ്പൊ നോക്കൂ, ഈ 1.5യുടെ കൂടെ 1/2 കൂടെ ചേരുമ്പോ എത്ര ലിറ്റർ ആവും നമുക്ക്? 1/2 + 1/2 + 1/2 + 1/2 2 ലിറ്റർ ആവും. മനസ്സിലായോ? അപ്പോ 2 ലിറ്റർ, അതാണ് ഉത്തരം വരിക. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 2 ലിറ്റർ. ഇതേ കോണ്ടെക്സ്റ്റില് ഇതേ സിറ്റുവേഷൻ നമുക്ക് തന്നിട്ട് ചോദ്യം വേറൊരു രീതിയിൽ ചോദിക്കാം. അതായത് ഒരു പാത്രത്തിൽ 1/4 ഭാഗം വെള്ളം എടുത്തപ്പോൾ 1.5 ലിറ്റർ വെള്ളമായി. ഓക്കെ, ഇത് നമ്മളോട് ഈ ചോദ്യത്തില് നമ്മളോട് ചോദിച്ചത് പാത്രം നിറയെ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാവുന്നല്ലേ? ഇങ്ങനെയും ചോദിക്കാം. പാത്രം നിറയാൻ ഇനി എത്ര ലിറ്റർ വേണം എന്ന് കൂടെ ചോദിക്കാം. പാത്രം നിറയാൻ ഇനി എത്ര ലിറ്റർ വെള്ളം കൂടെ വേണം എന്നും ചോദിക്കാം. അങ്ങനെയാകുമ്പോഴും നിങ്ങൾ എത്രയാണ് പറയേണ്ടത്? ഇവിടെ 1/2 ലിറ്റർ ആണ്. നമ്മൾ സെയിം പ്രൊസീജിയറിൽ ഓരോന്നും അരയാണ് എന്ന് കണ്ടുപിടിച്ചു. ഈ പാത്രം നിറയണമെങ്കിൽ ഈ കഷ്ണം കൂടെ ഫില്ല് ചെയ്യണമെങ്കിൽ എത്ര ലിറ്റർ വേണം? 1/2 ലിറ്റർ കൂടെ വേണം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ. പാത്രം നിറയാൻ ഇനി 1/2 ലിറ്റർ വേണം. മുഴുവൻ വെള്ളം എടുത്താൽ എത്ര ലിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൊത്തമാണ് ആഡ് ചെയ്യേണ്ടത്. അവിടെ 2 ലിറ്റർ ആയിരിക്കും വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഭിന്നസംഖ്യകളിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളത്. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് ഒക്കെ നന്നായിട്ട് ചെയ്ത് സ്പീഡാക്കി വെക്കാം. എപ്പോഴും പരീക്ഷകൾക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾ സ്പീഡിൽ സമയബന്ധിതമായിട്ട് പരീക്ഷ എഴുതാന്നുള്ളതാണ്. മത്സര പരീക്ഷകളായാലും യോഗ്യതാ പരീക്ഷകളായാലും സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് സമയം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കുക, വിജയം നിങ്ങളുടെ കൂടെ വരും.